ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാഹുൽ രാജിയോട് എവിടേക്കെങ്കിലും പോയിക്കോളാനും ഇനി തന്റെ ജീവിതത്തിൽ നിന്നെ ആവശ്യമില്ല എന്നും രാഹുൽ പറയുന്നത് കേട്ട് രാജി ചോദിച്ചു, രാഹുലേട്ടാ, നമ്മൾ എത്ര ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളാണ്, എന്തൊരു ഇഷ്ടമായിരുന്നു നമ്മൾ പരസ്പരം, എന്നിട്ട് ഇപ്പൊ എന്താ രാഹുലേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ പറഞ്ഞു, എന്ത് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടുവെന്നോ? ആരാ പറഞ്ഞേ? ഞാൻ നിന്നെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല. പിന്നെ ഞാൻ നിന്നോട് കാണിച്ചത് അത് എന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രമുള്ള താല്പര്യമായിരുന്നു എന്ന് വെച്ച് അത് അങ്ങ് ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്ന് നീ കരുതണ്ട. പക്ഷെ ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഞാൻ എന്റെ ആഗ്രഹം സാധിച്ചെടുത്തു. പക്ഷെ എന്റെ അരികിൽ നിന്ന് നിനക്ക് കിട്ടിയതൊക്കെ ഇനിയും നിനക്ക് കിട്ടണമെന്ന് നീ ആഗ്രഹിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ആഗ്രഹം നിനക്കുണ്ടായിരിക്കും. പക്ഷേ എന്റെ ഒരു തിയറി എന്തെന്ന് വെച്ചാൽ, ജീവിതത്തിൽ ഒരിക്കൽ ഉപയോഗിച്ച സാധനം പിന്നെ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് അത് ഇഷ്ടമുള്ള കാര്യവുമല്ല എന്ന് രാഹുൽ രാജിയോട് അറിയിച്ചു. അത് കേട്ട് രാജി ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ രാഹുൽ പറഞ്ഞു, ഞാൻ പറഞ്ഞ മനസ്സിലായ നിനക്ക്? എനിക്ക് നിന്നെ പോലൊരു ഭാര്യ ആവശ്യമില്ല എന്നും എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നീ ഒഴിഞ്ഞു പോയാൽ മാത്രം മതിയെന്ന് രാഹുൽ രാജിയെ നോക്കി ദേഷ്യപ്പെടുമ്പോൾ രാജി ആകെ വിഷമത്തോടെ തകർന്ന മനസ്സുമായി നിൽക്കുമ്പോൾ ഉടനെ രാഹുൽ രാജിയോട് പറഞ്ഞു, അതെ, നീ ഇപ്പൊ പറഞ്ഞല്ലോ നിന്നോടുള്ള എൻ്റെ സ്നേഹത്തെക്കുറിച്ച്, അതിൽ ഒരല്പം പോലും എനിക്ക് നിന്നോടിപ്പോഴില്ല. എനിക്ക് നിന്നോടുള്ളത് വെറുപ്പ് മാത്രമാണ്. ആ ഒരു വെറുപ്പ് മാത്രമായിട്ടാണ് ഞാൻ എന്നും ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കൺമുന്നിൽ പോലും നിന്നെ കാണരുതെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ രാജി പറഞ്ഞു, രാഹുലേട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ ഞാൻ രാഹുലേട്ടനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. രാഹുലേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു പെണ്ണ് അവളുടെ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചാൽ പിന്നെ ആ സ്നേഹം അവളുടെ മരണം വരെ ഉണ്ടാകും. അവൾ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്നും അവളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഒരു പെണ്ണിന്റെ മനസ്സ് എന്ന് രാഹുലിനോട് രാജി പറയുന്നത് കേട്ട് രാഹുൽ പറഞ്ഞു, എനിക്ക് നിന്റെ ഇത്തരം സംസാരങ്ങളൊന്നും കേൾക്കണ്ട. പക്ഷെ എൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. ഒരിക്കലും ഞാൻ നിന്നെ സ്നേഹിക്കുകയുമില്ല, എൻ്റെ ഭാര്യയായി ഞാൻ അംഗീകരിക്കുകയുമില്ല. അങ്ങനെ ഒരു ആ മോഹമൊന്നും നീ കൊണ്ട് നടക്കുകയും വേണ്ട എന്ന് പറയുമ്പോൾ രാജി പറഞ്ഞു, രാഹുലേട്ടാ, രാഹുലേട്ടൻ്റെ ഈ ചിന്താഗതി മാറും. രാഹുലേട്ടൻ പറയുന്നത് പോലെ അല്ല ജീവിതം എന്ന് പറയുമ്പോൾ നീ ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് ചോദിച്ച് രാഹുൽ ദേഷ്യപ്പെട്ടു. അപ്പോഴാണ് സേതിറങ്ങി അവിടേക്ക് ഗംഗ എത്തിയത്. രാഹുൽ രാജിയോട് ദേഷ്യപ്പെടുന്നത് കേട്ട് ഗംഗ രാജിയോട് ചോദിച്ചു, എന്താ രാജി, എന്താ പ്രശ്നം? അപ്പോൾ രാഹുലിനെ നോക്കിയിട്ട് രാജി ഗംഗയോട് പറഞ്ഞു, ഹേ ഒന്നുമില്ല ഗംഗേശി, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവിടുന്ന് രാജി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗംഗ മറുപടി ഒന്നും പറയാതെ പിന്നാലെ ഗംഗയും പോകുന്നു. അതിനുശേഷം അവരവിടുന്ന് ഇറങ്ങി പോകുന്നത് കണ്ട് അവിടേക്ക് എത്തിയ ദേവയാനിയും ഹൈമവതിയും ശ്രേയയും രാഹുലിനെ നോക്കി ശ്രേയ പറഞ്ഞു, അതെ, ഇതോടെ ഈ മാരണങ്ങൾ അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു, ഈ പോക്ക് ഒരു പോക്കായ മതിയായിരുന്നു എന്ന ആഗ്രഹത്തോടെ ശ്രേയ പറയുമ്പോൾ അവിടെ നിന്ന് രാഹുൽ പറഞ്ഞു, അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ യാത്ര അവരുടെ അവസാന യാത്രയാണ്. ഇനി രണ്ടെണ്ണം ഇവിടേക്ക് മടങ്ങി വരാൻ പോകുന്നില്ല. അത് കേട്ട ശ്രേയ അതിശയത്തോട് ചോദിച്ചു, സത്യമാണോ രാഹുൽ? നീ പറഞ്ഞ സത്യം തന്നെയാണോ എന്ന് വളരെ പ്രതീക്ഷയോട് ചോദിക്കുമ്പോൾ രാഹുൽ പറഞ്ഞു, അതെ, അതിനു വേണ്ടിയുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഞാൻ അവരെ ഒന്നുകൂടി ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് രാഹുൽ അവിടെ നിന്ന് പോകുമ്പോൾ ഹൈമവതിയും ശ്രേയയും വളരെ സന്തോഷത്തോടെ ഈ വാർത്ത കേട്ടതിന്റെ ആ ആശ്വാസത്തിൽ നിൽക്കുമ്പോൾ ദേവയാനി എന്തായാലും ഗംഗയുടെ ശല്യം ഇതോടെ അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ റൂമിലേക്ക് മടങ്ങി. അപ്പോഴാണ് ദേവയാനി അവിടുന്ന് പോയത് കണ്ടതോടെ ഹൈമവതി ശ്രേയോട് പറഞ്ഞു, അതെ, അങ്ങനെ ഗംഗയുടെ കഥ തീരും. ആ ഗംഗയും രാജിയും ഇതോടെ അവസാനിച്ചു. ഇനി വേണ്ടത് ദേവയാനിയുടെ കഥ തീർക്കണം. അതിനുശേഷം രാഹുലിന്റെ കഥ, പിന്നെ ആ മാളുവിന്റെ കഥ, അതിനുശേഷം മഹി. ഇത് കേട്ടപ്പോഴേക്കും ശ്രേയ പറഞ്ഞു, അയ്യോ അമ്മേ, മഹീറിനെ കൊല്ലണോ എന്ന് ചോദിച്ചപ്പോ ഹൈമോദി ചോദിച്ചു, അല്ല അതെന്താ, മഹിയോട് ഇപ്പൊ നിനക്ക് വീണ്ടും പ്രേമമായി തുടങ്ങിയോ? നീയായിരുന്നല്ലോ മഹിയെ കൊന്നു കളയാനായിട്ട് കൊട്ടേഷനൊക്കെ കൊടുത്തിരുന്നത്. എന്നിട്ടിപ്പോ എന്തു പറ്റി? നിന്റെ ആഗ്രഹവും ആ ഒരു ദേഷ്യമൊക്കെ ഇല്ലാതായോ? ഇപ്പൊ അവനോട് പ്രേമമായോ എന്ന് ഹൈമവതി സംശയത്തോട് ചോദിക്കുമ്പോ ശ്രേയ പറഞ്ഞു, അതൊന്നും അല്ലമ്മേ, ഇപ്പോഴും എനിക്ക് മഹിയേടനോട് ദേഷ്യം തന്നെയാ, അല്ലാതെ വേറൊരു താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ എന്തെന്ന് വെച്ചാലേ അമ്മേ, ഇവിടെയുള്ള എല്ലാവരെയും അങ്ങനെ ഓരോരുത്തരായി എല്ലാവരെയും അവസാനിപ്പിച്ചു കഴിഞ്ഞാലേ നമ്മൾ രണ്ടുപേരും മാത്രം അവശേഷിച്ച നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അത് കേട്ട ഹൈമവതി ചോദിച്ചു, അതെന്താ അങ്ങനെ? അല്ല അമ്മ കേട്ടിട്ടില്ലേ, ഒരു കുടുംബത്തിലുള്ള എല്ലാവരെയും ഓരോരുത്തരെയും ഓരോ തവണയായി കൊന്നൊടുക്കിയിട്ട് അവസാനം ഒരു സ്ത്രീ അവർ തനിച്ച് പിന്നെ ജയിലിൽ പോയി കിടക്കേണ്ടി വന്ന കാര്യം, അതാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ഉടനെ ഹൈമവതി പറഞ്ഞു, അയ്യോ അങ്ങനെയാണെങ്കിൽ അത് വേണ്ട.
അങ്ങനെയൊക്കെ സംഭവിച്ചാലേ ഞാൻ പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ കൂടുമ്പോൾ വിശപ്പ് വല്ലാതെ ഉണ്ടാവും. അങ്ങനെ ടെൻഷൻ കൂടി വിശപ്പ് വരുന്ന നേരത്ത് എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാനായിട്ട് ജയിലിൽ പോയി കിടന്നാൽ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വേണ്ട, അങ്ങനെ ഒരു നീക്കം നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ട. അതാ നല്ലത് എന്ന് ഹൈമവതി ശ്രേയോട് അറിയിച്ചു. എന്നാ അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അപ്പോൾ അമ്മ അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് ഹൈമവതിയോട് ശ്രേയ ചോദിക്കുമ്പോൾ അത് ശരി തന്നെയാ. തൽക്കാലം എന്നാ മഹിയെ കൊല്ലുന്ന കാര്യം വേണ്ട, അങ്ങനെ ഒരു തീരുമാനത്തിലെത്തണ്ട എന്ന് ഹൈമവതി ശ്രേയോട് പറഞ്ഞു. അങ്ങനെ പതിയെ പതിയെ നമുക്ക് ഓരോരുത്തരായിട്ട് അവസാനിപ്പിക്കാം, അതാ നല്ലത് എന്നിങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കാറിൽ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഗംഗ രാജിയോട് എന്താ സംഭവിച്ചതെന്ന് അന്വേഷിച്ചു. രാജി പറഞ്ഞു, രാഹുലേട്ടൻ ഇപ്പോഴും എന്നോട് ദേഷ്യം തന്നെയാണ്. ഞാൻ രാഹുലേട്ടൻ്റെ ജീവിതത്തിൽ രാഹുലേട്ടൻ ആഗ്രഹിക്കാതെ വന്നു കയറിയ, അനുവാദമില്ലാതെ വലിഞ്ഞു കയറി വന്നവൾ എന്നുള്ള ഒരു രീതിയിലാണ് രാഹുലേട്ടൻ എന്നോട് പെരുമാറുന്നത്. ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ രാഹുലേട്ടന് കഴിയില്ല എന്നൊക്കെയാണ് രാഹുലേട്ടൻ പറയുന്നത്. എപ്പോഴും എന്നോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ രാഹുലേട്ടൻ പറയുകയാണ് എന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് രാഹുലേട്ടനല്ലാതെ മറ്റാരുമില്ല, രാഹുലേട്ടനെ അല്ലാതെ എനിക്ക് മറ്റാരെയും സ്നേഹിക്കാനാവില്ല എന്നൊക്കെ വിഷമത്തോടെ രാജി ഗംഗയോട് പറയുമ്പോൾ ഗംഗ പറഞ്ഞു, സമാധാനിക്ക്, സങ്കടപ്പെടുകയൊന്നും വേണ്ട. കാരണം ഇത്രത്തോളം രാഹുലേട്ടനെ ഒരു പെൺകുട്ടി സ്നേഹിക്കുമ്പോൾ രാജിയെപ്പോലെ ഒരു പെണ്ണ് ഇങ്ങനെ ഉള്ളപ്പോൾ എത്ര കഠിന ഹൃദയനും ആ സ്നേഹം തിരിച്ചറിയാതെ പോവില്ല. എപ്പോഴെങ്കിലും അവർക്ക് മാറ്റം ഉണ്ടാകും, അത് തീർച്ചയാണ്. അതുകൊണ്ട് രാജി പ്രാർത്ഥിക്ക്, എല്ലാം ശരിയാകും എന്ന് ഗംഗ രാജിയെ സമാധാനപ്പെടുത്തി. ആ സമയത്ത് ഗംഗയെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ നിർദ്ദേശിച്ച ആളുകൾ അവരുടെ കാറിന് തൊട്ട് പിന്നാലെ വന്ന് ചേസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗംഗയും ഗംഗയും രാജിയും കൂടി പോകുന്ന ആ കാറിൽ ഓവർടേക്ക് ചെയ്യാൻ അവർക്ക് കഴിയാതാകുന്നു. അങ്ങനെ അവർ മുന്നോട്ട് വീണ്ടും പോകുമ്പോൾ അവസാനം പിന്നാലെ എത്തിയ ഗുണ്ടകൾ അവർക്ക് ഗംഗയെയും രാജിയും അപായപ്പെടുത്താൻ സാധിക്കാത്തതിന്റെ നിരാശയിൽ അവർ പിന്നാലെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഗംഗയും ശ്രേയയും രാജിയും കൃത്യമായി തന്നെ ആ ക്ഷേത്രത്തിൽ വന്നെത്തി. അവർ ക്ഷേത്രത്തിലേക്ക് കയറി പോകുന്നത് ആ ഗുണ്ടകൾ നോക്കിയും എത്രയും പെട്ടെന്ന് അവരെ അവസാനിപ്പിക്കണം, രാഹുൽ സാർ പറഞ്ഞതുപോലെ ചെയ്യണം എന്ന് അവർ പരസ്പരം സംസാരിച്ചു. ക്ഷേത്രത്തിലേക്ക് കയറി വന്ന ഗംഗ ഭഗവാന്റെ മുന്നിൽ തൊഴുത് പ്രാർത്ഥിച്ചു. ഭഗവാനെ, മഹേശ്വര, ശ്രീ മഹേശ്വര, എൻ്റെ മഹിയേട്ടനും മാളുവിനും ഒരബദ്ധം വരുത്തരുതേ. അവരോടൊപ്പം എന്നും അവരുടെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണേ. ഒരിക്കലും ഒരു പോറൽ പോലും എൻ്റെ മാളുവിനും മഹിയേട്ടനും ഉണ്ടാകല്ലേ. ഒരിക്കലും അവരെ വേദനിപ്പിക്കരുതേ എന്നൊക്കെ ഗംഗ മനമുരുകി പ്രാർത്ഥിക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന് രാജി ഭഗവാനോട് പറഞ്ഞത്, രാഹുലേട്ടൻ എന്നോടുള്ള ഈ ഒരു അകൽച്ച മാറ്റി തരണേ ഭഗവാനെ. രാഹുലേട്ടൻ എൻ്റെ സ്നേഹം തിരിച്ചറിയണേ. ഒരിക്കലും രാഹുലേട്ടനെ എന്നെ നടത്തി മാറ്റില്ലേ. എന്നും രാഹുലേട്ടൻ എൻ്റെ ഒപ്പം ഉണ്ടാകണേ എന്നൊക്കെ ഭഗവാനോട് രാജിയും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവർ ഇരുവരും അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്ത് രാഹുൽ വിവരം അറിയാനായി അവിടെ എത്തിയ ഗുണ്ടകളുടെ ഫോണിലേക്ക് വിളിക്കണം. ഈ സമയത്ത് ഗംഗയും രാജിയും പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ അവിടെ എത്തിയ പൂജാരി ചോദിച്ചു, അല്ല ഗംഗമ്മളെ കുറേ ദിവസമായല്ലോ ഇങ്ങോട്ട് കണ്ടിട്ട്, അല്ല ഇതാരും ഈ കൂടെയുള്ള ഈ കുട്ടി എന്ന് അന്വേഷിച്ചപ്പോൾ ഗംഗ രാജിയെ പരിചയപ്പെടുത്തി. ഇത് രാഹുലേട്ടൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞതും, ആണോ, എന്നാൽ രണ്ടുപേരും പ്രദക്ഷിണം വെച്ചൊക്കെ വന്നോളൂ, പ്രാർത്ഥിച്ചോളൂ, മനമൊരുകി പ്രാർത്ഥിച്ചോളൂ, വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ശ്രീ മഹേശ്വരനാണ് ഇവിടെ ഉള്ളത് എന്ന് പൂജാരി പറയുന്നത് കേട്ട് ഗംഗയും രാജിയും പ്രദക്ഷിണം വയ്ക്കാനായി പോകുന്നു. അപ്പോഴാണ് രാഹുൽ വിളിച്ച് കാര്യങ്ങൾ ഗുണ്ടകളോട് അന്വേഷിച്ചത്. സാറ് പറഞ്ഞതുപോലെ ചെയ്യാൻ സാധിച്ചില്ല, അവർ ക്ഷേത്രത്തിൽ തൊഴാൻ കയറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞു, ഇതാണോടാ നിന്നോടൊക്കെ ഞാൻ പറഞ്ഞത്. എന്തായാലും എത്രയും വേഗം രണ്ടിൻ്റെയും മരണ വാർത്ത എനിക്കറിയണം. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ജീവൻ എടുത്തിട്ട് നീയൊക്കെ എന്നെ വിളിച്ചാൽ മതി, ഇല്ലെങ്കിൽ നീയൊക്കെ എൻ്റെ യഥാർത്ഥ രൂപം നീയൊക്കെ കാണും എന്ന് പറഞ്ഞ് രാഹുൽ അവന്മാരെ വിരട്ടുന്നു. അതിനുശേഷം ഗുണ്ടകൾ പറഞ്ഞു, സാർ പേടിക്കണ്ട, ഞങ്ങൾ എന്തായാലും ഇന്ന് തന്നെ സാറിൻ്റെ ആഗ്രഹം നടപ്പിലാക്കിയിരിക്കും, സാറ് പറഞ്ഞ് ഞങ്ങൾ ചെയ്തിരിക്കും എന്ന് അവർ വാക്ക് നൽകി. അപ്പോഴാണ് ഗംഗയും രാജിയും തൊഴുതിറങ്ങിയത് അവർ കണ്ടത്. ഇരുവരും കൂടി കാറിലേക്ക് വന്ന് കയറുന്നത് കണ്ടതോടെ ഗുണ്ടകൾ പറഞ്ഞു, ഇനി ഇവരെ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടരുത്, ഇന്ന് തന്നെ അവരെ തീർക്കണം എന്ന് പറഞ്ഞ് അവരും ഗംഗയുടെയൊക്കെ കാറിനെ പിന്തുടർന്നു. കാറിലിരുന്ന രാജി ഗംഗയോട് പറഞ്ഞു,
ഗംഗേച്ചി പറഞ്ഞത് ശരിയാണ്. ഭഗവാനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരാശ്വാസം തോന്നുന്നുണ്ട് ഗംഗേച്ചി. സത്യത്തിൽ ഗംഗേച്ചി ഒപ്പമില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എന്താകുമായിരുന്നോ എന്ന് പറയുമ്പോൾ ഗംഗ പറഞ്ഞു, രാജി, നിനക്കറിയാമോ ഞാൻ ഇവിടെ വരെ എത്തിയത് എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടാണെന്ന്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായ കഷ്ടപ്പാടുകളും കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും നീ അനുഭവിക്കുന്നതിൻ്റെ ആ തീവ്രതയിൽ എത്രത്തോളം ഉണ്ട് എന്ന്. സത്യത്തിൽ നീ ഇതൊന്നും ഓർത്ത് ആശങ്കപ്പെടണ്ട, എല്ലാം ശരിയാകുമെന്ന് പറയുമ്പോൾ രാജി അങ്ങനെ കാറിൽ പോകുന്നതിനിടയിൽ അങ്ങ് ദൂരെയായിട്ട് നല്ലൊരു കാഴ്ച കണ്ടു. അത് കണ്ട ഉടനെ രാജി പറഞ്ഞു, ഗംഗേച്ചി അങ്ങോട്ട് നോക്കിയേ, അതുകൊണ്ടോ എന്ത് ഭംഗി അവിടെ കാണാൻ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ എന്ന് രാജി ചോദിച്ചപ്പോൾ ഗംഗ പറഞ്ഞു, അല്ല നമ്മൾ വീട്ടിൽ ചെല്ലാൻ വൈകുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ രാജി പറഞ്ഞു, അല്ല അത് കണ്ടപ്പോൾ എന്തോ മനസ്സിന് നല്ലൊരു ആശ്വാസം തോന്നി, നല്ലൊരു കാഴ്ചയാണല്ലോ എന്ന് കരുതി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് രാജി പറഞ്ഞത്. ഗംഗ വേഗം ഡ്രൈവറോട് പറഞ്ഞു, ചേട്ടാ നമുക്കെന്നാ അതുവഴി ഒന്ന് പോയാലോ എന്ന് ചോദിച്ചിട്ടും ശരി പോകാം എന്ന് ഡ്രൈവർ സമ്മതിച്ചു. ഉടനെ തന്നെ കാർ നേരെ രാജി ചൂണ്ടിക്കാട്ടിയ ആ മലയുടെ മുകളിലേക്ക് പാഞ്ഞെത്തി. അവിടേക്ക് വന്നതും മനോഹരമായൊരു കാഴ്ച കാണാൻ എന്ന പോലെ ആ പാറയുടെ മുകളിൽ കയറി അവർ രണ്ടുപേരും അങ്ങനെ താഴേക്ക് ആ കാഴ്ച കണ്ടങ്ങനെ നിന്നു. അപ്പോഴേക്കും ഗംഗയും രാജിയും കാറിൽ നിന്നിറങ്ങി അവര് ആ പാറയുടെ മുകളിൽ വന്ന് താഴേക്ക് നോക്കി വിശാലമായ കാഴ്ചകൾ കണ്ട് അങ്ങനെ സന്തോഷപൂർവ്വം അവരങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ പിന്നാലെ ആ ഗുണ്ടകൾ, രാഹുൽ ഏർപ്പാട് ചെയ്ത ഗുണ്ടകൾ പാഞ്ഞെത്തിയത്. അവരുടെ കാർ അതിലെത്തിയതും കൃത്യമായി തന്നെ ഗംഗയെ ലക്ഷ്യം വെച്ച് അവർ ഗംഗയുടെ നേരെ ആ കാറ് വന്ന് തട്ടിത്തെറിപ്പിച്ചു. ഗംഗ നേരെ ചെന്ന് ആ കൊക്കയിലേക്ക് താഴേക്ക് വീഴുകയും ആ പാറക്കെട്ടിന് താഴെ ചെന്ന് ഗംഗ തലയിടിച്ച് വീണ് ബോധം കെട്ട് അവിടെ കിടക്കുന്നത് രാജി മുകളിൽ നിന്ന് കണ്ടു. മുകളിൽ നിന്ന് രാജി പൊട്ടിക്കരഞ്ഞു. ഗംഗേച്ചി എന്ന് ഉറക്കെ അവിടെ നിന്ന് അല്പനേരം നിലവിളിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സമനില തെറ്റിയ അവസ്ഥയിൽ രാജി അല്പനേരം ഇരുന്നതിന് ശേഷം വേഗം രാജി ധൈര്യം വീണ്ടെടുത്ത് നേരെ കാറിനരികിലേക്ക് ഓടി. അരികിലേക്ക് രാജി ഓടിയെത്തി വേഗം ഡ്രൈവറെയും വിളിച്ച് ഡോറ് തുറന്ന് ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോൾ രാജി തനിച്ച് കരഞ്ഞുകൊണ്ട് വരുന്നത് കണ്ട് ഡ്രൈവർ വേഗം പുറത്തേക്ക് ഇറങ്ങി ചോദിച്ചു, എന്താ പറ്റിയത്? അപ്പോഴേക്കും രാജി പറഞ്ഞു, അതെ താഴെ ഗംഗേച്ചി വീണു എന്ന് പറഞ്ഞതും ഉടനെ ഡ്രൈവറും വിവരം അന്വേഷിച്ച് അവിടേക്ക് ഓടിച്ചു പോകുന്നു. ഈ സമയം രാജി തന്റെ ഫോൺ എടുത്ത് വേഗം മഹിയുടെ ഫോണിലേക്ക് വിളിച്ചു. മഹി കോൾ എടുത്തതും രാജിയുടെ കോൾ കണ്ടതോടെ എന്താ രാജി എന്ന് അന്വേഷിച്ചു. രാജി പൊട്ടിക്കരയുന്നത് കേട്ടോടെ രാജിയോട് മഹി ചോദിച്ചു, എന്താ പറ്റിയത്? അപ്പോഴേക്കും രാജി പൊട്ടിക്കരഞ്ഞ് ഗംഗേച്ചി എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഗംഗയ്ക്ക് അപകടം പറ്റിയെന്ന് മഹിക്ക് മനസ്സിലായി. മഹി വേഗം കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വണ്ടി നിർത്തിയിട്ട് എന്താ രാജി എന്താ പറ എന്ന് പറഞ്ഞപ്പോൾ രാജി പൊട്ടിക്കരയുക മാത്രം ചെയ്തു. ഇത് കേട്ട ഉടനെ മഹി ചോദിച്ചു, എന്താ രാജി, എന്തായാലും നീ കാര്യം പറ, കരച്ചിൽ നിർത്തി നീ വിവരം പറ എന്ന് പറഞ്ഞപ്പോൾ ഗംഗ ആ താഴേക്ക് വീണു എന്നുള്ള വിവരം മഹിയെ അറിയിക്കുന്നു. നീ ഫോൺ വയ്ക്കുക, ഞാൻ ഇപ്പോൾ എഴുതാം എന്ന് പറഞ്ഞു മഹി ഫോൺ വെച്ചതിന് ശേഷം വേഗം ഗംഗയെ രക്ഷിക്കാനായി അവിടേക്ക് ഓടിയെത്തുന്നു. അങ്ങനെ ആ ഡ്രൈവറും മഹിയും എല്ലാം ചേർന്ന് ഗംഗയെ വേഗം അവിടെ നിന്നെടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അവിടെ ഡോക്ടറെ പരിശോധിക്കാനായി അകത്തേക്ക് കയറുമ്പോൾ ഗംഗയ്ക്കുണ്ടായ അപകടത്തെക്കുറിച്ച് ഓർത്ത് രാജി ആകെ സങ്കടപ്പെട്ട് അതുതന്നെ ഓർത്ത് സങ്കടത്തോടെ അവിടെ നിന്ന് ഗംഗേച്ചി എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ വിവരം അറിഞ്ഞ് അവിടേക്ക് മാളുവും എത്തിച്ചേർന്നു. മാളുവും മഹിയും കൂടി അവിടേക്ക് വന്നതും മാളുവിനെ കണ്ട ഉടനെ ഗംഗെ എന്ന് വിളിച്ചുകൊണ്ട് വേഗം ആ ഓപ്പറേഷൻ തിയേറ്ററിലെ അകത്തേക്ക് കയറാനായി ഒരുങ്ങി. ഉടനെ തന്നെ നേഴ്സ് വന്നിട്ട് പറഞ്ഞു, അതെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്, ഡോക്ടർ വന്ന വിവരം പറയും എന്ന് മഹിയെയും രാജിയെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് നേഴ്സ് വീണ്ടും അകത്തേക്ക് പോയി. മഹിയാകെ നിരാശയോടെ നിൽക്കുമ്പോൾ അല്പസമയത്തിന് ശേഷം പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു. വേഗം തന്നെ ഡോക്ടർ മഹിയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ ചില ടെസ്റ്റുകൾക്ക് കുറിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ ഗംഗയ്ക്കുണ്ടായിരിക്കുന്ന ഇഞ്ചുറി അത് അല്പം ക്രിട്ടിക്കലാണ്, കാരണം തലയ്ക്കാണ് ഇപ്പോൾ ക്ഷതമേറ്റിരിക്കുന്നത്. ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ ആവശ്യമാണ്, അതിനുശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയൂ എന്ന് ഡോക്ടർ അറിയിച്ചു. പിന്നെ എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക, ഈശ്വരനെ കൊണ്ട് അസാധ്യമായിട്ടുള്ള ഒരു കാര്യവുമില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് കേട്ടുതന്ന മാളു ആകെ വിഷമത്തോടെ മഹിയെ നോക്കി അച്ഛാ എന്റെ ഗംഗ എന്ന് പറഞ്ഞ് മഹിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പോഴേക്കും മഹി ഡോക്ടറോട് വിശദമായി കാര്യങ്ങൾ അന്വേഷിച്ചു. ഡോക്ടർ പറഞ്ഞു ഉടനെ തന്നെ ഓപ്പറേഷൻ നടത്തണം. അത് കേട്ട മഹി ആകെ ടെൻഷനിലായി. പിന്നീട് രാജി ഡോക്ടറെ നോക്കി പറഞ്ഞു, ഡോക്ടർ എങ്ങനെയെങ്കിലും എൻ്റെ ഗംഗേച്ചിയെ രക്ഷിക്കണം. അത് പറഞ്ഞതും ഞങ്ങളാകുന്ന വിധത്തിൽ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നു ഡോക്ടർ. ഈ സമയത്ത് ആകെ തളർന്നു നിൽക്കുന്ന മഹിയെ നോക്കി രാജി സമാധാനപ്പെടുത്തി, മഹിയേട്ടൻ വിഷമിക്കേണ്ട, ഗംഗേച്ചിക്കൊന്നും സംഭവിക്കില്ല. അപ്പോഴേക്കും മഹി സങ്കടത്തോടെ രാജിയോട് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്.
ഞാൻ സ്നേഹിക്കുന്നവരും എന്നെ സ്നേഹിക്കുന്നവർക്കുമൊക്കെ ഇതുപോലെയാണല്ലോ ഓരോ വിധിയും വരുന്നത്. എന്റെ ജീവിതത്തിലേക്ക് ഗംഗ വന്നതിന് ശേഷമാണ് ഗംഗയ്ക്ക് ഇതുപോലെയുള്ള അപകടങ്ങളെല്ലാം സംഭവിക്കുന്നത് എന്ന് മഹി വിഷമത്തോടെ പറയുമ്പോൾ രാജി പറഞ്ഞു, മഹിയേട്ടൻ സങ്കടപ്പെടാതെ, അങ്ങനെയൊന്നുമില്ല, ഗംഗേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല, ശ്രീ മഹേശ്വരൻ ഗംഗേച്ചിയെ രക്ഷിക്കും എന്ന് പറയുമ്പോൾ ഗംഗയെ നോക്കി പൊട്ടിക്കരഞ്ഞ് മാളു വേഗം മഹിയോട് ചോദിച്ചു, അച്ഛാ അച്ഛാ, എന്റെ ഗംഗയ്ക്ക് എന്താ പറ്റിയത്, എനിക്ക് ഗംഗയെ കാണണം എന്ന് പറഞ്ഞ് മാളു ബഹളം വെക്കുമ്പോൾ രാജി പറഞ്ഞു, മോള് സമാധാനപ്പെടാം, ഗംഗയെ കാണാം, ഗംഗേച്ചിയെ കാണാം. ഗംഗേച്ചിക്ക് ഇപ്പോ ഒരു ഓപ്പറേഷൻ വേണമെന്നല്ലേ പറഞ്ഞത്, ഗംഗേച്ചിക്ക് ഒന്നും വരില്ല, കുറച്ച് കഴിയുമ്പോൾ ആന്റി കാണിച്ചു തരാട്ടോ എന്ന് പറഞ്ഞ് മാളുവിനെ രാജിയെ സമാധാനപ്പെടുത്തി. അങ്ങനെ രാജി പറയുന്ന ഒന്നും കേട്ട് സമാധാനിക്കാൻ കഴിയാതെ വീണ്ടും എനിക്ക് ഗംഗയെ കാണണമെന്ന് പറഞ്ഞ് മാളു പൊട്ടിക്കരയുന്നു. ആ സമയത്ത് മഹി എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ വേദനയോടെ വാതുക്കൽ കാത്തുനിന്നു.